വേണ്ടേ അടയൊക്കെ നല്ലോണം വെന്ത് വേണ്ടേ ഇത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുത്ത് അട ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് കിട്ടും. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടിഫിനാണ്. അത് ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇത് വേണ്ടേ കുറച്ച് അരിപ്പൊടിയാണ്. അതിനകത്തോട്ട് വേണ്ടേ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഇച്ചിരി ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് അല്ലേ, അത് നമുക്കിന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ആദ്യമേ എടുത്ത് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് നോക്കുക. പോരാങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ചെറിയ ചൂടുണ്ട് വെള്ളത്തിന്. ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാവ് നല്ല വൃത്തിയായിട്ട് വേണ്ടേ നല്ല സോഫ്റ്റായിട്ട് അല്ലേ, ഇതേ പരുവത്തിലാണ് നമ്മൾ അടയ്ക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതാണ്ടേ കുറച്ച് തേങ്ങയും ശർക്കരയും നമ്മുടെ തിരുങ്ങി ശർക്കര ചേര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു ശകലം ഏലക്കായും ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലയിലോട്ടിത് പരത്തിയെടുക്കാം. ഞാൻ നല്ല ഇല വെട്ടിയെടുത്തുകൊണ്ട് വന്ന് കഴുകി അങ്ങനെ വാട്ടിയെടുത്താലെന്ന് പറഞ്ഞാൽ ഇല പൊട്ടിപ്പോത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല വാട്ടിയെടുത്തത്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് പരത്തുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മാവ് അങ്ങ് കട്ടി പോലെ ഇരുന്നാൽ നമുക്ക് അത്രയും മയമുള്ള അട കിട്ടത്തില്ല. കുറച്ചെടുത്ത് വെച്ച് മൊത്തത്തിൽ പിന്നെ ഇതിനകത്ത് വേണ്ടുന്നവർക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. എന്നിപ്പം രാവിലെ ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോയില്ല. ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തി എടുത്ത് വെച്ചിട്ട് വരാം. വേണ്ടേ ഞാൻ എല്ലാ അടയും ഓരോന്നോരോന്നായിട്ട് മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പയിലോട്ട് വെച്ച് വേവിക്കാം. വേണ്ടേ അടപ്പയിലോട്ട് ഞാൻ പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ ഓരോ അടയും ഇതിനകത്തോട്ട് പറക്കി വെച്ച് വേവിക്കാം.
ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേണ്ടേ അങ്ങനെ അടയെല്ലാം വെന്ത് ഇത് കണ്ടോ, നല്ലവണ്ണം വെന്ത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.